സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹനാഥ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ദർശിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. 78ാമത് സ്വാതന്ത്ര്യദിനം. അതിൻ്റെ ആഘോഷങ്ങൾ ദേശമെമ്പാടും നടക്കുമ്പോൾ തന്നെ ഈ സന്ദേശവും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവം നമ്മെയും നമ്മുടെ രാജ്യത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞ മാസം നാം ഒരുമിച്ച് ചിന്തിച്ചത് ബൈബിളിലെ പ്രധാനപ്പെട്ട 7 തോട്ടങ്ങളെക്കുറിച്ചായിരുന്നു. അതിലെ ഒന്നാമത്തെ തോട്ടം ലൂസിഫറിനെ പാർപ്പിച്ച തോട്ടം, രണ്ടാമത്തെ തോട്ടം ആദമിനെ പാർപ്പിച്ച ഏദൻ തോട്ടം, മൂന്നാമത്തേത് നാബോത്തിൻ്റെ തോട്ടം. ഈ തോട്ടങ്ങളെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും ചില ഗുണദോഷങ്ങൾ പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഇന്ന് നാം ചിന്തിക്കുന്നത് 7 തോട്ടങ്ങളിലെ 4ഉം 5ഉം തോട്ടങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ തോട്ടം ശലോമോൻ രാജാവിൻ്റെ തോട്ടമാണ്. സഭാപ്രസംഗി 2-5 അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് ശൗലും രണ്ടാമത്തേത് ദാവീദുമായിരുന്നു എന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ ശേഷം തൻ്റെ മകനായ ശലോമോൻ രാജ്യഭാരം ഏറ്റെടുത്തു. ശലോമോൻ രാജഭാരം ഏറ്റെടുക്കുമ്പോൾ കേവലം 24 വയസ്സ് മാത്രമേ പ്രായം തനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു രാജാവിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ കഴിയുമോ ഇല്ലയോ എന്ന സംശയവും ആകുലതയും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അത് മുഖാന്തരമായിട്ട് താൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിച്ചു. എന്താണ് ആ പ്രാർത്ഥന എന്ന് 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. താൻ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകം എനിക്ക് തരണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന. എത്ര നിസ്വാർത്ഥമായ, എത്ര ഓപ്പണായിട്ടുള്ള ഒരു പ്രാർത്ഥന. തൻ്റെ ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്നു പറയുന്ന ഒരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന ദൈവത്തിന് വളരെ ബോധിച്ചു. ദൈവം അവനോട് ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായ ഒരുവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായ ഒരുവൻ ഇനിയും ഉണ്ടാകുകയുമില്ല എന്നും ദൈവം അവനോട് പറഞ്ഞു. സ്തോത്രം. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ശലോമോൻ സമാനതകളില്ലാത്ത ഒരു രാജാവായി തീർന്നു എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്താണ് ജ്ഞാനം? അതിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. എന്താണ് വിവേകം അല്ലെങ്കിൽ ഡിസേണിങ്? നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയുവാനുള്ള അറിവ്. നാം സ്കൂളിലും കോളേജുകളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും പഠിക്കുമ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടാകുന്നു, യാതൊരു തർക്കമില്ല. എന്നാൽ അതുകൊണ്ട് വിവേകം കിട്ടണമെന്നില്ല.
വിവേകം ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക സമ്മാനമാണ്, ഗിഫ്റ്റാണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിന് മഹത്വം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരുവന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ എന്ന്. ഇവിടെ നാം ശലോമോൻ രാജാവിൻ്റെ തോട്ടങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ശലോമോൻ്റെ പുസ്തകമായ സഭാപ്രസംഗി 2-ന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ വൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം നട്ടുപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുഴികളും കുളങ്ങളും കുഴിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ ഉദ്യാനങ്ങളിലെ പൂക്കളിലും താൻ വച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങളിലെ ഫലങ്ങളിലും താൻ ആസ്വാദനം കണ്ടിരുന്നു. എങ്കിലും ഒടുവിൽ സകലതും മായ എന്ന് തനിക്ക് മനസ്സിലായി. മായ എന്ന വാക്ക് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 26 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ പ്രിയരെ, നാം കാണുന്നതെല്ലാം മായയാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ വിട്ടുപിരിയും. നിത്യമായത് ദൈവവും ദൈവത്തിൻ്റെ രാജ്യമാണ്. അതിനുവേണ്ടി വാഞ്ചിക്കാം, ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം വീണ്ടും തുടർന്ന് ചിന്തിക്കുന്നത് ബൈബിളിലെ 7 പ്രധാനപ്പെട്ട തോട്ടങ്ങളിൽ 5-ാമത്തേതാണ്. അത് ഇസ്രായേൽ എന്ന മുന്തിരി തോട്ടം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒലിവ്, അത്തി, മുന്തിരി എന്നിവയെ ഇസ്രായേലിനോട് ഉപമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന മുന്തിരിയുടെ ആവിർഭാവത്തെക്കുറിച്ച് 80-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: നീ മിസ്രയീം ദേശത്തുനിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു. ആ വള്ളി അബ്രഹാം ആയിരുന്നു എന്ന് ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇസ്രായേൽ എന്ന മുന്തിരിയെ എങ്ങനെ നട്ടുവെന്നും പരിപാലിച്ചുവെന്നും വളർത്തിയെടുത്തുവെന്നും യെശയ്യാപ്രവചനം 5-1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേര് കെട്ടി, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരി നട്ടു. നടുവിൽ ഒരു ഗോപുരവും ചക്കും ഇട്ടു. എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. തുടർന്ന് യജമാനൻ അടുത്ത നടപടി എടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് അറിയിക്കാം. ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിക്കപ്പെടും. ദൈവം നട്ടു പരിപാലിച്ചു വളർത്തിയ മുന്തിരി കായ്ക്കണമെന്നും അത് നല്ല മുന്തിരിങ്ങ ആയിരിക്കണമെന്നും അതിൻ്റെ യജമാനന് ആഗ്രഹമുണ്ട്. ആകാത്തത് കായ്ച്ചാൽ അതിൻ്റെ അനന്തര നടപടി യജമാനൻ ചെയ്യുമെന്നും അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നും വചനത്തിൽ നാം കാണുന്നുണ്ട്. വാത്സല്യ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും പുതിയ നിയമ ഇസ്രായേല്യരാണ്. എങ്കിൽ നാം നല്ല ഫലം കായ്പാൻ ബാധ്യസ്ഥരാണ്. കായ്ക്കുന്ന കൊമ്പുകൾ അധികം ഫലം കായ്ക്കേണ്ടതിന് യജമാനൻ ചെത്തി വെടിപ്പാക്കുമെന്നും കായ്ക്കാത്ത കൊമ്പുകൾ വെട്ടി നീക്കിക്കളയുമെന്നും യോഹന്നാൻ്റെ സുവിശേഷം 15:2 കാണുവാൻ കഴിയും. ഫലം കായ്ക്കുന്നതിനുള്ള വ്യവസ്ഥ യോഹന്നാൻ്റെ സുവിശേഷം 15:4 നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക: എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരുവനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല മുന്തിരിയായ ക്രിസ്തുവിൽ വസിക്കാം.
നമ്മുടെ യജമാനന് നല്ല ഫലം കായ്ക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.